ഗുഡ് മോർണിംഗ്. സോറി, ഞാനിതിൽ ഗുഡ് മോർണിംഗ് ആണെങ്കിലും നിങ്ങൾ കാണുന്നത് രാത്രി ആയിരിക്കും അല്ലേ? ഓക്കെ, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ വെച്ചു. നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അത് എവിടെയാണെന്ന് വഴിയേ പറഞ്ഞുതരാം. ആദ്യക്കുട്ടിനെ എണീപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ അവൻ സോഫയിൽ കിടന്ന് വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കിച്ചണിലേക്ക് കയറാം. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് വ്ളോഗ് എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ, നിങ്ങളിലേക്ക് എത്തുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊടി ദോശയാണ് കേട്ടോ. സിമ്പിളാണല്ലോ, ഉള്ളി ചമ്മന്തി ഉണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ലോസിൻ്റെ സംഭവമാണ്. ഇപ്പോൾ വെയിറ്റ് ലോസും സംഭവങ്ങളൊന്നും ഇല്ല, ഇപ്പോൾ ഫുൾ ഫുഡിങ് ആണ്. അപ്പോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, റെഡിയായി. അത് ആദ്യക്കുട്ടനൊക്കെ റെഡിയായിരുന്നു. ഇനി നമ്മൾ ഒരു സ്ഥലം വരെ പോകാണ് കേട്ടോ. അത് എവിടെയെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ വില്ലയുടെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. അത് നമ്മുടെ വില്ലയിലാണ് താമസിക്കുന്നത് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണ് കേട്ടോ അത്. ഫ്രണ്ടിൽ നിന്നൊക്കെയുള്ള ഒരു വ്യൂ ജസ്റ്റ് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അതേ നമ്മൾ ട്രാവലിങ്ങിലാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്ഥലത്തെത്തും. അപ്പോൾ അതേ നമ്മൾ സ്ഥലത്തെത്തിക്കണം കേട്ടോ. നിങ്ങൾക്ക് നേരെ നോക്കി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം സ്ഥലം കേട്ടോ. കണ്ടോ, ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് അബുദാബിയിലുള്ള ഹിന്ദു ടെമ്പിളാണ് കേട്ടോ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കാലത്ത് വീട്ടിൽ നിന്ന് നേരത്തെ അറിയിക്കണം കേട്ടോ. 8 മണിക്കൊക്കെ ഇറങ്ങി തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം നമ്മളവിടെ എത്തി. ഒരു മണിക്കൂറൊക്കെ ട്രാവലിങ്ങേ ഉള്ളൂ. 1 മണിക്കൂറൊന്നും ഇല്ല തോന്നുന്നു ട്രാവലിങ്. കാരണം അബുദാബി ബോർഡറാണ് ഈ ടെമ്പിൾ വരുന്നത്. നമ്മുടെ മോദിജിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ടെമ്പിളാണ് കേട്ടോ. നമ്മൾ വന്നപ്പോഴുള്ള ക്യൂ നിങ്ങൾ കാണണം. അമ്മാതിരി ക്യൂ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഫാമിലീസ് ആയതുകൊണ്ട് നമുക്ക് വേറെ ക്യൂ ആണ്. കണ്ടോ, ഇത് ഫാമിലീസിൻ്റെ ക്യൂ ആണ്. പക്ഷേ നമുക്ക് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് നിൽക്കേണ്ടി വന്നുള്ളൂ. 5 മിനിറ്റ് ആയപ്പോഴേക്കും ക്യൂ പെട്ടെന്ന് മൂവായിരുന്നു. അങ്ങനെ കണ്ടോ, ക്യൂ മൂവായിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട അവസരമില്ല. പിന്നെ നമ്മൾ വെയിലത്ത് നിൽക്കുകയാണെങ്കിലും അത്യാവശ്യം ഒരു വെള്ളം കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ക്യൂ ഒരു രക്ഷയില്ല മക്കളെ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് അബുദാബിയിലുള്ള ഹിന്ദു ടെമ്പിൾ എന്ന് പറയുന്നത്. പോവാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഒരുവിധം എല്ലാ ദൈവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ശിവൻ, വിഷ്ണു, ഗണപതി, ഭഗവതി, പിന്നെ സരസ്വതി, എല്ലാ ദൈവങ്ങളും ഉണ്ട്. സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ വെങ്കിടാചലപതി, എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഈദ് ഹോളിഡേയ്സിന് പോയ കാരണമാണ് കേട്ടോ ഇത്രയും തിരക്ക്. അല്ലാതെ പോവുകയാണെങ്കിൽ ഇത്ര തിരക്കുണ്ടാവും തോന്നില്ല. കാരണം അത്ര ജനങ്ങളുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലമൊക്കെ നല്ല അടിപൊളിയായിട്ട് തൊഴുതു. നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റും. അങ്ങനെ ഒരു തിക്കും തിരക്കൊന്നുമില്ല. അങ്ങനെ തൊഴുതു ഈ 2 സൈഡും കാണുന്നത് വെള്ളങ്ങൾ നദികളെ അഭിമുഖീകരിക്കുന്നത്. അത് നമ്മൾ സത്യ നദികളുണ്ട്. അതിനൊരു പ്രതിനിധീകരിക്കുന്ന പോലെ ഒരു സെറ്റ് ചെയ്താണ്. അങ്ങനെ സൈഡിലൊക്കെ നന്ദികേശം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊഴുത് മടങ്ങി വന്നു കഴിഞ്ഞാൽ അതേപോലെ മണി അടിക്കാം നമുക്ക് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചില അമ്പലങ്ങളിൽ നമ്മൾ മണി അടിക്കില്ല. അതുപോലെ തന്നെ തൊഴുത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മണിയും കാര്യങ്ങളൊക്കെ വീഴുന്ന അടിക്കാം. പിന്നെ അതൊക്കെ ടൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ചൂടില്ല. അങ്ങനത്തെ തരം ടൈലാണ് കേട്ടോ അവർ വിരിച്ചിരിക്കുന്നത് താഴത്തൊക്കെ. അടിപൊളിയാണ്. അതിനുശേഷം നമ്മളൊരു ഓർക്കിഡിൻ്റെ ഒരു പ്ലാന്റ്, ഞാൻ വിചാരിച്ചൊരു ചെടി വിൽക്കണ കടയെന്ന്, പക്ഷേ അതല്ല, ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. ലൈറ്റല്ല, ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ അവരുടെ ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു മോഡലുള്ള ഒരു ചെറിയൊരു ഷോപ്പും ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. നമ്മളിവിടെ വന്നിട്ട് ആദ്യം നമ്മൾ കഴിച്ചത് ഒരു സമൂസയാണ് കേട്ടോ. ഇത് നോർമൽ അല്ല, പഞ്ചാബി സമൂസയാണ്. ഉണ്ണിയേട്ടൻ ചായ കുടിച്ചത്. നമ്മൾ പിന്നെ തംസപ്പും കൊക്കക്കോളല്ലേ കുടിക്കുള്ളൂ, അതാട്ടോ കുടിച്ചത്. അപ്പോൾ നമ്മളത് കുടിച്ചു. ഉണ്ണിയേട്ടൻ ചായയാണ് മേടിച്ച് കുടിച്ചത്. അതിനുശേഷം നമ്മൾ പാനിപ്പൂരിയുടെ ഏരിയയിലേക്ക് പോയി. പാനിപ്പൂരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പാനിപ്പൂരി ഏരിയയിലേക്ക് പോയി. അപ്പോൾ അതായത് നമ്മൾ പാനിപ്പൂരി മേടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. മസാലപ്പൂരി, ബേൽപ്പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പാനിപ്പൂരിയും അതിൻ്റെ ഉള്ള മിക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോഴേക്കും മുന്നേറ്റം ഒരു പുലാവും റൈസും കൂടി മേടിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അത് കഴിച്ച് നോക്കാം. പാനിപ്പൂരി ഞാൻ കുറേ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. ബോംബെ, അതുപോലെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര തോന്നിയില്ല. ഓക്കെയാണ്, മോശം എന്ന് പറയാനില്ല, ഓക്കെ. അല്ലാതെ അതിൻ്റെ അടുത്ത് എത്തിയില്ല കേട്ടോ. അത് എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. ഓക്കെ, വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് തോന്നുന്നു. ഇത് എന്താ പറയുക, കുഴപ്പമില്ല, ഓക്കെ അത്ര.
അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും പോയി നോക്കൂ കേട്ടോ. സൂപ്പർ അമ്പലമാണ് കേട്ടോ. നല്ല അടിപൊളി അമ്പലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ അമ്പലമാണ് കേട്ടോ. നല്ലൊരു അവർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി തണലും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് ഞാൻ പറഞ്ഞ നന്ദികേശ കേട്ടോ. ഈ നദികളൊക്കെ നമ്മളെ സപ്തനദികളെ പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സരസ്വതി, സിന്ധു, കാവേരി ഒക്കെ അല്ലേ സപ്തനദികൾ, അതാണ് കേട്ടോ. തിരിച്ച് നമ്മൾ ഇറങ്ങിയത് ഒരു 12:45 1 മണിയാണ്. അപ്പോഴുള്ളൊരു തിരക്ക് നിങ്ങൾ കാണണം. ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ. ദൈവമേ, ഞാൻ വിചാരിച്ചു ദൈവമേ നേരത്തെ വന്നത് നന്നായിന്ന്. അവിടെ 9 മണിക്കാണ് അമ്പലം തുറക്കുക. ആ സമയത്തൊക്കെ എത്തണമെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എത്താം, അല്ലെങ്കിൽ വൈകുന്നേരം വരെയായിരിക്കും കുറച്ചുകൂടി നല്ല കേട്ടോ. വെയിൽ കൊള്ളാതെ നിങ്ങൾ ക്യൂവിൽ നിൽക്കാമല്ലോ. പക്ഷേ ഇത് ഹോളിഡേയ്സ് ആയ കാരണം ഇത്ര തിരക്ക്, അല്ലെങ്കിൽ നോർമലി ഇത്ര തിരക്കുണ്ടാവില്ല കേട്ടോ. പക്ഷേ ഭയങ്കര തിരക്ക്. ഇത്രയും ആളുകൾ വന്ന് തൊഴുന്നുണ്ടല്ലോ ഈ അമ്പലം. പക്ഷേ കാണേണ്ട അമ്പലമാണ് കേട്ടോ. സൂപ്പറാണ്. ഇത് ആ ഒരു ക്യൂ ആണ് കേട്ടോ. അതായത് ബാച്ചിലേഴ്സിൻ്റെ ഒരു ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് നല്ല ക്യൂ ആണ്. നല്ല ക്യൂ മീൻസ് നല്ല അടിപൊളി വെയിലും അവരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വലിയ സ്കൂൾ ബസ് അങ്ങനെയുള്ള കമ്പനി വണ്ടികളൊക്കെ അല്ലേ, വലിയ വണ്ടികൾ, അതൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നല്ല, അമ്പലം കാണാനോ തൊഴാനൊക്കെ ആയിട്ട് വന്നല്ല. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കാറൊക്കെ എടുത്തു നമ്മളിങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു 12:45 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് കഴിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇത് ഉണ്ണിയേട്ടൻ താമസിച്ചിരുന്ന റൂമാണ് കേട്ടോ, ഞങ്ങൾ വരണേക്കാളും മുന്നേ. അപ്പോൾ ഉണ്ണിയേട്ടൻ അവിടെ കേട്ട് 1-2 സാധനങ്ങളൊക്കെ എടുക്കാണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചതേ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിക്കുക കേട്ടോ. എന്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തുന്നത് എവിടേക്കായിരിക്കും? ബിരിയാണിയിലേക്ക് എത്തും അല്ലേ. അപ്പോൾ ഞാനും അതും ആദ്യം ബീഫ് ബിരിയാണി, ഉണ്ണിയേട്ടൻ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത്. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ വണ്ടിയിൽ കിടന്ന് സൈഡായിരിക്കണം കേട്ടോ. കാരണം ബിരിയാണി കഴിച്ച ആ ഒരു ക്ഷീണത്തിലും ഒക്കെ ആയിട്ട് അവരൊക്കെ അടിപൊളിയായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഞാൻ ഉറങ്ങിയില്ല. കാരണം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ വണ്ടി ഓടിക്കുന്നതല്ല, അപ്പോൾ ആൾക്ക് ഉറക്കം വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച്, എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഉറങ്ങിയില്ല. സംസാരിച്ച് ഇങ്ങനെ പോയി. അല്ലെങ്കിൽ ആൾക്കൊരു കമ്പനി കൊടുത്തില്ലെങ്കിൽ ആൾ ഉറങ്ങിപ്പോവും. അങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ആകെ ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ ഒരിക്കലും നിങ്ങൾ അമ്പലത്തിൽ പോകണം കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു അമ്പലമാണ്. അതുകൊണ്ട് അമ്പലം ആരും മിസ് ചെയ്യണ്ട, അമ്പലത്തിൽ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കാലത്ത് 9 മണിക്കാണ് അമ്പലം തുറക്കുക. ഒന്നെങ്കിൽ ആ ടൈമിലെത്തുക, അല്ലെങ്കിൽ വൈകുന്നേരം പോയാൽ മതി. അപ്പോൾ വൈകുന്നേരം പോയാലും കാണാം. തിങ്കളാഴ്ച അമ്പലം ഇല്ല കേട്ടോ. തിങ്കളാഴ്ച അമ്പലം ക്ലോസ്ഡ് ആണ്. അപ്പോൾ തിങ്കളാഴ്ച ആരും പോകണ്ട. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ ഹാളാണ്. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ബെഡ്റൂം അവിടെ ഉണ്ട്, ഒരു ബെഡ്റൂം ഇതേ ഇവിടെ ഉണ്ട്, പിന്നെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കേ, അങ്ങനെ വീട്ടിലേക്ക് എത്തി. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ചു. നമ്മൾ സിനിമ കാണാൻ പോവാണ് കേട്ടോ. ഞാൻ ആടുജീവിതം സിനിമ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ നാട്ടിൽ നിന്ന്. കാരണം നാട്ടിൽ നിന്ന് വരണ ആ തിരക്കും മോളുടെ അരങ്ങേറ്റും ക്ലാസ്സും എല്ലാം കൂടിയായിട്ട് ഒട്ടും സിനിമ കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് കാണാൻ വിചാരിച്ച് നമ്മൾ ഒയാസിസ് മോളിൽ പോയിട്ട് ആടുജീവിതം കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മളവിടെ ആദ്യം പോയി നോക്കിയിരുന്നു. അപ്പോൾ അവിടെ ആടുജീവിതം സിനിമ കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്, ആടുജീവിതം കാണാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇതിലെ വലിയൊരു നഗ്ന സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഇവിടെ 15 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഈ സിനിമ കാണാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം കൂടെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾ കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് പോലും കാണാൻ പറ്റാതെ ഇവിടെ വന്ന് കാണാം എന്ന് വിചാരിച്ച് നമുക്ക് കാണാൻ പറ്റിയില്ല. ഇത് അണ്ടർ 15 ഇയേഴ്സിന് പിള്ളേർക്ക് കാണാൻ പാടില്ല അത്ര. അപ്പോൾ കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് കാണേണ്ടി വരും. നാട്ടിൽ നിന്ന് കാണാനായിരിക്കും യോഗം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നമ്മൾ പിന്നെ വന്നത് മെഗാമോളിലാണ് കേട്ടോ. മെഗാമോളിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം സിനിമ കാണാത്തൊരു വിഷമം. അപ്പം നമ്മൾ മെഗാമോളിലേക്ക് വന്നു. അവിടെ അങ്ങനെ കുട്ടികളുടെ ഇങ്ങനെ പ്ലേയിങ് ഏരിയ ഉണ്ട്. അപ്പോൾ അവർക്ക് കളിക്കണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ആ ഏരിയയിലേക്കൊന്ന് കാണാൻ വേണ്ടി പോയി. ഈ കിടക്കുന്നത് ആരെന്ന് അറിയോ? പാമ്പാണ്. കണ്ടോ അതിൻ്റെ വലിപ്പം. നമ്മൾ മെഗാമോളിൽ ഇതേപോലെ 2 പാമ്പുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വലിയ പാമ്പാണ്. അപ്പോൾ നമ്മൾ ചെന്ന സമയം ഫുഡ് കൊടുത്ത് അതിൻ്റെ ഫീഡിങ് ടൈമായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ മിണ്ടാതെ കിടക്കുന്നത് അവിടെ കേട്ടോ.
വലിയ പാമ്പാണ് കേട്ടോ, അയ്യോ ഭയങ്കര വലിയ പാമ്പ്. അപ്പോൾ അതൊക്കെ കണ്ടു. അതിന് ശേഷം പിള്ളേരുടെ പ്ലേയിങ് ഏരിയയും സംഭവങ്ങളൊക്കെയാണ് അവിടെ. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് കറങ്ങി അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇങ്ങനെ മറ്റേ നമ്മളെ ഇലക്ട്രിക് ബൈക്കും സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവൻ അതൊക്കെ ഒന്ന് ഓടിച്ച് ഒന്ന് കളിക്കുകയാണ്. അത് കയറിയില്ലേ, കാരണം അതിനും ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കയറാൻ പറ്റിയില്ല. ആദ്യം അതിലൊക്കെ കയറി വണ്ടിയൊക്കെ ഓടിച്ചു സെറ്റായി. അതിന് ശേഷം അവൻ ഈ വേറൊരു ഗെയിമിൽ കയറി. ഇതിലും അത് കയറിയിട്ടില്ല. അവൻ തന്നെ കയറിയത്. അപ്പോൾ അവനത് കളിക്കണം പറഞ്ഞാൽ അവനങ്ങനെ കയറി. അത് വേറെ ഏതോ രണ്ടെണ്ണത്തിലാണ് കളിച്ചത് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. കാരണം ഇത് വീഡിയോ മുന്നെടുത്ത കാരണം എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും സംഭവങ്ങളൊക്കെ കഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ പിന്നെ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തു, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തു. അത് ഉണ്ണിയേട്ടൻ കമ്പനിയിലുള്ള സംഭവമാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇന്നത്തെ രാത്രി ഡിന്നർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.